അങ്ങ് സ്വോത്രം പറഞ്ഞോണം. ഭയങ്കര സാധ്യതയായി ഇന്ന് രാത്രി. പ്രാർത്ഥിക്കുന്നേ ആരാ പ്രാർത്ഥിക്കുന്നേ? അതാ രസം. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലും കയറിയിട്ടില്ലാത്തവൻ. ഇനി അടുത്തത് കണ്ടോ, എവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടോ അവിടെ ചെന്ന് അടിച്ച് കശക്കുന്നവൻ. പ്രാർത്ഥിക്കാൻ ആരുടെ ഇരിപ്പുണ്ടെങ്കിൽ അന്നേരം പിള്ളേരെ എല്ലാം, ഭാര്യമാരെ, സ്ത്രീകളെ എല്ലാം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന, പ്രാർത്ഥന കശക്കിക്കളയുന്ന കലക്കക്കാരൻ. ദമസ്കോസ് മുഴുവൻ പ്രാർത്ഥനയായിപ്പം, ഒരു ദേശം മുഴുവൻ പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ കാണാൻ കൂട്ടത്തിലൊരു ശല്യക്കാരൻ വന്നിട്ട് അങ്ങ് ശല്യപ്പെടുത്താനായിട്ട് വന്ന് ഇവിടെ വന്നുകൊണ്ട് അങ്ങ് എപ്പോഴും തലവട്ട് വിട്ടുകൊണ്ടോ, അല്ലെ നാട്ടിലൊക്കെ ആണെങ്കിൽ ചരടുമൊക്കെ ഇട്ട് വന്നിട്ട് നിർത്തണം ബഹളം വെച്ചുകൊണ്ട് അങ്ങ് വലിയ ശല്യമാണ്, അവൻ എവിടെ ചെന്നാലും പ്രശ്നമാണ്, അല്ലെ പോലീസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ നമ്മളെന്തുമായിരിക്കും പ്രാർത്ഥിക്കുന്നത്? പല രീതിയിൽ പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ കരിഞ്ഞു പോട്ടെ, പല റേഞ്ചിലുള്ള പ്രാർത്ഥനയുണ്ട്, പല രീതിയിൽ പ്രാർത്ഥിക്കും. എല്ലാവരും വേണം കർത്താവിന്. ചിലപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ കാലിനെ ബന്ധിക്കുന്നു, അവൻ ഇനി വന്നാലും അവൻ മിണ്ടാതിരിക്കട്ടെ വായടയ്ക്കുന്നു, കൈകാലുകളെ ബന്ധിക്കുന്നു. കർത്താവെ അവൻ്റെ മേലുള്ള ആത്മാവ് പോട്ടെ, അവൻ ഇവിടോട്ട് വന്ന് കയറുമ്പോഴേ ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങട്ടെ. ഇതെല്ലാം പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്വോത്രം. പ്രാർത്ഥിക്കത്തില്ലയോ? പ്രാർത്ഥിക്കുകയോ ഇല്ലയോ? പ്രാർത്ഥിക്കും. ഇത്രയും വലിയ പ്രശ്നക്കാരൻ വരുന്നെന്ന് കേട്ടപ്പോൾ നാട് മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നറിയാമോ? സ്റ്റോപ്പ് ഹിം ലോർഡ്. എൻ്റെ സഭയിൽ അടുക്കരുത്, എൻ്റെ പ്രാർത്ഥന മുറിയിൽ അവൻ വരരുത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കരയുന്ന അമ്മമാർ ഭർത്താക്കന്മാരോട് പറയും വെളി പോവരുത്. ഭയന്ന് നടക്കും. പുള്ളിയെ കേട്ടാൽ കണ്ടാൽ എന്തോ ഭയങ്കര സംഭവം എന്നറിയും. അതുപോലെ അധികാരപത്രവും വാങ്ങിച്ച് അതോറിറ്റിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാവരും പ്രാർത്ഥിക്കുക, കർത്താവേ ശബൽ വരരുത്. പ്രാർത്ഥന ആപ്ലിക്കേഷൻ അങ്ങ് ചെല്ലുക ദൈവത്തിൻ്റെ അടുക്കൽ. ദൈവം ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേന് നിരന്നും നിൽക്കുകയാണ് പ്രാർത്ഥനകൾ. ഹലോ, നിരന്നിരിക്കുകയാണ്. ശൗൽ ഇങ്ങോട്ട് വരല്ല, ശൗൽ ഇങ്ങോട്ട് വരല്ല. അടുത്ത പ്രാർത്ഥന അതെന്താണ്? ശൗൽ ഇങ്ങോട്ട് വരരുത്, അവനെ തടയണം. കർത്താവിൻ്റെ കയ്യെ ബന്ധിക്കണം. എന്തോ ഒരു ദേശം മുഴുവൻ പ്രാർത്ഥിക്കുന്നത് ശൗൽ 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 ശൗൽ. അതിൻ്റെ ഇടയിന്നൊരു പ്രാർത്ഥനാഭിഷേകം കയറി വരികയാണ്. അതാ ഭയങ്കര രസം. മുഴുവൻ പേരുടെയും പ്രാർത്ഥന അവനെതിരായിട്ടാണ്. ആ പുള്ളിയുടെ പ്രാർത്ഥന വരികയാണ്. സാര വിഷയമല്ലത്. ഓ പുള്ളിയുടെ പ്രാർത്ഥന അതിനിടയിൽ കൂടെ വരികയാണ്. കർത്താവേ സോറി, വലിയ സംഭവം. കർത്താവേ ആത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ, കത്തണമേ, എനിക്ക് ഭൂതത്തെ, ഇതൊന്നുമല്ല പ്രാർത്ഥിക്കുന്നത്. ഐ എം സോറി, ഞാനാണോ നിന്നെ ബുദ്ധിമുട്ടിച്ച്? ഉണ്ടായിരുന്നു അന്ധനായിട്ട് നാണച്ചേ, നീ എങ്ങനെ മനുഷ്യൻ എന്താ പറയും? ഇതാ പ്രാർത്ഥന. അല്ലാതെ അവിടെ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയൊന്നുമല്ല. ഇത്രയും വലിയ പ്രാർത്ഥന അവനെതിരായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് അവൻ്റെ ഒരു കുഞ്ഞു പ്രാർത്ഥന കർത്താവ് കയ്യത്തിങ്ങി പിടിച്ചു. ഓ ഗ്ലോറി, ഇത് കൊള്ളാമല്ലോ. നിങ്ങളെല്ലാം പറയുന്നത് അവനെതിരായിട്ടാ, പക്ഷെ അവൻ്റെ ഒരു പ്രാർത്ഥന ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ സ്വോത്രം, നിസാര വിഷയമല്ല. ഇന്ന് രാത്രി ഇതിനകത്തിരുന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ക്ലിക്കാവും. നേർവീതി എന്ന തെരുവിൽ എന്ന പോലെ കുവൈറ്റിലെ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ എല്ലാവരുടെ കണ്ണിൽ കൊള്ളരുതാത്തവനായ, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാൾ, തികഞ്ഞവരാരും ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരാജയം അകത്തു വേട്ടയാടുന്നവർ ദൂത് കേട്ടു. നിന്റെ പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെക്കാൾ ഒന്നാമത് പൊക്കിയെടുത്ത് അപ്പം ദൈവം ഈ വന്നിരിക്കുന്നവർക്കെല്ലാം മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്തോത്രം. അതിനകത്ത് അവൻ്റെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളുക. നിസാര വിഷയമാണ്. അയ്യോ കർത്താവേ, എന്തൊരു രീതികളാണ് കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പറയാം അവൻ പ്രാർത്ഥിക്കുന്ന അനന്യാസേ. അനന്യാസൊക്കെ ഞാൻ എത്ര നാളായിരുന്നു പ്രാർത്ഥിക്കുന്നു, നീ വിടത്. സ്തോത്രം. സഭ മുഴുവൻ, നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്നു. നിഴല് തട്ടി ഭൂതങ്ങൾ പുറത്താക്കുന്ന ശുശ്രൂഷയുള്ള പത്രോസ് അടക്കം ഇതൊക്കെ അവരുടെ കയ്യിലെത്തിയിട്ടുണ്ട്. എങ്ങാണ്ടൂടെ രഹസ്യമായിട്ട് അവിടെ ഇവിടെ വന്നിട്ട് കറകെ തട്ടി സൗണ്ട് ഉണ്ടാക്കി പോകുന്ന ശൗലല്ല. സഭ അറിയത്തക്ക വിധത്തിൽ, ചർച്ചാ വിഷയമായത്തക്ക വിധത്തിൽ, അത്ഭുത രോഗശാന്തി വരപ്രാപ്തി പോലും നോട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു പ്രശ്നക്കാരനായ മനുഷ്യന്റെ പ്രാർത്ഥന പരിഗണിച്ചു എൻ്റെ ദൈവം.
സ്വത്രം. ഞാനിതൊക്കെ ഈ കഴിഞ്ഞിടെ ഒരു മീറ്റിംഗ് നടന്നിടത്ത് വെച്ച് എനിക്കിത് ഭയങ്കര ഒരു പ്രകാശനമുണ്ടായി. ചില സ്ഥലങ്ങളിലെ പ്രാർത്ഥന അതൊരു നിയോഗമായിരിക്കും. എന്തെങ്കിലും ഒരു നിയോഗമില്ലാതെ ഒരിക്കലും നമ്മൾ ദൈവത്തിന് മുമ്പിൽ കൂടി വരത്തില്ല. ആ പ്രാർത്ഥന അങ്ങ് ദൈവം ക്ലിക്കാക്കി. തമ്പുരാൻ പറഞ്ഞു, ഇനി മുതൽ ഞാൻ അവനെ നടത്താൻ പോകുന്നത് കുലപാതകത്തിൻ്റെ ആത്മാവിലല്ല. ഇനി മുതൽ ഇതുവരെ അവനെ ഓപ്പറേറ്റ് ചെയ്ത ആത്മാവിലല്ല ഞാൻ നടത്താൻ പോകുന്നത്. ഇനിയും പോകുന്നത് നീ പോയി കൈവെക്ക് അവൻ്റെ തലയിൽ. ഇനി മുതൽ പരിശുദ്ധാത്മാവിൽ അവൻ നടത്തപ്പെടാൻ പോവുകയാണ്. അവൻ്റെ രീതികൾ മൊത്തം മാറാൻ പോകുക. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ ശൈലി മൊത്തം മാറാൻ പോവുകയാണ്. അവനെ 3-ാം സ്വർഗത്തിൻ്റെ അറകൾ ഞാൻ അവന് വേണ്ടി തുറക്കും. രാത്രി ഏറ്റെടുത്തു. ഇന്ന് വരെ ഞാൻ ഭൂമിയിൽ ആർക്കും കൊടുക്കാത്ത എൻ്റെ ഹൃദയ രഹസ്യങ്ങളുടെ വെളിപ്പാടുകൾ ഞാൻ അവൻ്റെ കയ്യിൽ കൈമാറും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്ന രാത്രി ചിലരെ ഈ ഹോളിനകത്തുനിന്ന് ആത്മാവിൽ നിയന്ത്രിക്കാൻ ദൈവം തീരുമാനമെടുക്കത്തക്ക വിധത്തിൽ, കർത്താവേ, എന്നെ ആത്മാവിൽ നിയന്ത്രിക്കുന്ന മനുഷ്യനാക്കി മാറ്റണമേ. ഇനി എനിക്ക് മാനുഷിക കരുതലുകൾ വേണ്ട. എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനി മനുഷ്യാത്മാവായിരിക്കരുത്. എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവാത്മാവ് മാത്രം. മനുഷ്യാത്മാവ് പറയും വിശക്കുന്നെന്ന്, ദൈവാത്മാവ് പറയും നടന്നു പോ. മനുഷ്യാത്മാവ് പറയും ചൂരച്ചെടിയുടെ ചുവട്ടിൽ നാളെ ഈ നേരത്ത് നിന്റെ തല ഈ മണ്ണിൽ കിടന്ന് ഉരുളുമെന്ന്. അയ്യോ, ഞെട്ടി വിറപ്പിക്കുന്ന ദൂതുമായി മനുഷ്യാത്മാവ് അകത്തിരുന്ന് വാളെടുക്കുമ്പോൾ ദൈവാത്മാവ് പറയും, നീ ഇന്ന് വരെ ഈ ചരിത്രത്തിൽ ആരും ഓടിയിട്ടില്ലാത്തതുപോലെ ഒരു ദൂരയാത്രയ്ക്ക് തയ്യാറായിക്കോ, ഒരു ഗ്രേറ്റ് ജേർണിക്ക് തയ്യാറായിക്കോ. ഇന്ന് രാത്രി മുതൽ നിന്റെ മേൽ വാളുകൾ ഫലിക്കത്തില്ല. ഓപ്പോസിറ്റ് ദിശയിൽ ആത്മാവ് സംസാരിക്കുന്നത് പോലെ ചിലത് ഇന്ന് രാത്രി മുതൽ ഇവിടെ സംഭവിക്കും. ദൈവത്തിന്റെ പ്രവചനാത്മാവ് ഇന്ന് രാത്രി മുതൽ ചിലരെ ഭരിക്കാൻ പോവുകയാണ്. അവൻ നിർണായ സമയത്ത്, നിർണായ ഘട്ടങ്ങളിൽ, നിർണായ സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ തലയെ നിയന്ത്രിക്കും, നിന്റെ ചിന്തകളെ നിയന്ത്രിക്കും, നിന്റെ ശബ്ദത്തെ നിയന്ത്രിക്കും, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കും. തീർന്നില്ല, നിനക്ക് വേണ്ടി രാജ്യങ്ങളെ നിയന്ത്രിക്കും, നിനക്ക് വേണ്ടി അധികാരികളെ നിയന്ത്രിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചർച്ചിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഇന്ന് രാത്രി വീണാൽ ഈ സഭ ഏറ്റെടുക്കണം. സത്യമായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു, ഇതിനകത്ത് ചിലർ നിയന്ത്രിക്കപ്പെടുന്നത് ദൈവാത്മാവിലായിരിക്കും. നടക്കുന്നത് ഈ മണ്ണിക്കൂടാണെങ്കിലും നിയന്ത്രിക്കപ്പെടുന്നത് വേറൊരു ആത്മാവിനാലായിരിക്കും. എനിക്കറിയത്തില്ല നിങ്ങൾ പരസ്യമായി അന്യഭാഷ പറയുമോ, എന്തൊക്കെയായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കെരീത്തോട്ടിൽ പോയിരിക്കെന്ന് പറഞ്ഞാൽ നീ അവിടെ ചെല്ലും. ഈ ആത്മാവ് നടത്തിയാൽ സക്സസ് ആയിരിക്കും. ഞാൻ ഗ്യാരണ്ടി പറയുക, പരാജയം നിന്റെ ഏറിയയിൽ പോലും എടുക്കത്തില്ല. അങ്ങനൊന്നും ഈ ആത്മാവ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ നീ ആത്മാവിന്റെ ലിസ്റ്റിലില്ല. ദൈവാത്മാവ് നടത്തുന്നതേ വരും. ദൈവമക്കളെന്ന് പരസ്യമായി പറയത്തക്ക വിധത്തിൽ, ഇവൻ ആള് വേറെയാണെന്ന് പറയത്തക്ക വിധത്തിൽ, ഇവൾ ആറ് വേറെയാണ്, ഇവിടെ കൂടെ ഒരാളുണ്ട്, ഇവരൊക്കെ എന്തോ പ്രത്യേകതയുണ്ട്. നിന്നെ തന്നെ ചിലർ തറപ്പിച്ചു നോക്കത്തക്ക വിധത്തിൽ, നിന്നിൽ എന്തോ ഉണ്ട് എന്നെടുത്തു പറയത്തക്ക വിധത്തിൽ അങ്ങനെ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇവിടെ മുതൽ എന്നെ ഒന്ന് മാറ്റാമോ, എന്നെ ഒന്ന് മാറ്റാമോ കർത്താവേ. നിന്റെ രാജ്യത്തിൽ ഒരാളെ കൊടുന്ന്, നിനക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നീ തിരയുന്നുണ്ടെങ്കിൽ എന്നെ കൊടുന്ന് സെലക്ട് ചെയ്യാമോ? സ്വർഗത്തിലെ ദൈവം ചിലരെ അങ്ങനെ പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഗ്യാരണ്ടി പറയാം, ഒരു പ്രൊഫറ്റിക്കൽ ആത്മാവ് ഇവിടുന്ന് ചിലരെ നിയന്ത്രിക്കാൻ പോവുകയാണ്. ഒരു ദൂതൂടെ ദൈവം തരുന്നുണ്ട്. നീ സൊല്യൂഷൻ കൊടുക്കുന്ന വ്യക്തിയായി മാറും. നീ സൊല്യൂഷൻ കൊടുക്കുന്ന വ്യക്തിയായി മാറും. അവൻ നിന്റെ മുമ്പിൽ ഒരുപാട് പേർ സൊല്യൂഷൻ ചോദിച്ചു വരും. അവൻ പലർക്കും വെളിപ്പെടാത്തത് നിനക്ക് വെളിപ്പെടും. അവൻ പലരും നിന്റെ അടുക്കൽ അഭിപ്രായം ചോദിച്ചു വരും. അവൻ നിന്റെ അടുക്കൽ വന്നിട്ട് പറയും, പ്രവാചക, എന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോകാൻ കടക്കാര് വന്ന് മുറ്റത്തു നിന്ന് വലിക്കുന്നു, എന്ത് ചെയ്യും? നീ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. നീ പറയും, നിന്റെ വീട്ടിൽ ഇപ്പോൾ എന്തോ ഉണ്ട്. ഞാൻ പറയും, ചിലരെ ഇനി മുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ദൈവാത്മാവായിരിക്കും.
മനുഷ്യാത്മാവ് ഓപ്പറേറ്റ് ചെയ്ത സ്ത്രീ ഓടി വന്ന് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവന് മുമ്പിൽ വന്നിട്ട് അവൻ ദുഃഖങ്ങൾ പറയുമ്പോൾ, അവൾ വേദന പറയുമ്പോൾ, ആ വീടിന്റെ പശ്ചാത്തലം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിന്റെ അകത്തിരുന്ന ആത്മാവ് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എനിക്ക് പ്രവചനാത്മാവിനെ വേണം? ഇന്ന് ടിജോയും എന്താ പറയുന്നത്, ടിനു ജോർജും, ദേവദാസന്മാരുടെ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, ടിജോയും ടിനു ജോർജും സാമച്ചനും അങ്ങനെയുള്ള പ്രവാചകന്മാർ, എനിക്ക് അവരുടെ കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് അവരുടെ മേലിറങ്ങിയ ഒരു ആത്മാവിൻ്റെ കാര്യം, ഒരു പാസ്പോർട്ടിൻ്റെ നമ്പർ പറയും, അവർ പേര് പറയും, അത്രയും പറയുന്നല്ലോ ഗ്ലോറി. നമ്മളെന്താ പറയുന്നത്? നമ്മൾ പള്ളി പറയും. അവർ എന്തെങ്കിലും പറയുന്നല്ലോ. നമ്മൾ കെട്ടി ഒരുങ്ങി നടന്നിട്ട് എന്താ പറയും? നമ്മളും പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. സ്തോത്രം. എടാ, അവർക്ക് അവിടം വരെ എത്താൻ കഴിഞ്ഞുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ അടുത്ത ലെവലുണ്ട്, ഭയങ്കര ഡീപ്പ് ലെവലാണ് പ്രൊഫസിയുടെ. ചിലരോട് ചോദിക്കാണ്ട് പേരിങ്ങനെ ഷമീറൊക്കെ അങ്ങനെ കുറ്റം പറയുന്നില്ല, കുറ്റം പറയാൻ പാടില്ല. ഞാൻ കുറ്റം പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ ബാബു, ഞാൻ പറയും ബാബു എന്നൊക്കെ മനുഷ്യന് കിട്ടുന്ന പ്രകാശനത്തിൽ നാം പറയുന്നതാ. ദൈവം ബാബു എന്ന് തന്നെ വെളിപ്പെടുന്നത്, അല്ലാതെ ദൈവം എന്നൊന്നുമല്ല പറയുന്നേ. നമ്മുടെ അകത്ത് ആത്മാവ് കയറിയുണ്ട്, നമ്മുടെ ശൈലിക്ക് അനുസരിച്ചല്ലേ ഇത് നടക്കുന്നേ. ഹലോ, അഗ്നിനാവാന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നാക്ക് മൊത്തം വെളിയിട്ടുകൊണ്ട് നടക്കാമെന്നോ? ഒന്നുമല്ല, നമ്മളാകെ ഓപ്പറേറ്റ് ചെയ്ത പോലെ കീഴടങ്ങിയിരിക്കുന്ന ആത്മാവാ. എൻ്റെ നിലവാരത്തിനനുസരിച്ചാണ് ഞാനിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആത്മാവാണ്. അപ്പോൾ എനിക്ക് മടിയും, എനിക്ക് പ്രാർത്ഥനക്കുറവും, എനിക്ക് ആരാധനക്കുറവും, ഉപേക്ഷ വിചാരങ്ങളും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആ ആത്മാവ് ആ നിലവാരത്തിലേ വെളിപ്പെടുന്നുള്ളൂ. അല്ല, ഇതേ ആത്മാവ് തന്നെയാണ് പത്രോസിൻ്റെ മേൽ വ്യാപരിച്ചത്. ഇതേ ആത്മാവാണ് ശൗലിൻ്റെ മേൽ വ്യാപിച്ച് പൗലോസിൻ്റെ മേൽ വ്യാപരിച്ചത്. ഇതേ ആത്മാവാണ് ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ചത്. നമ്മുടെ രീതി ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് ആത്മാവിനെ കുറ്റം പറയരുത്. അവർക്കൊക്കെ ഇത്രയും വെളിപ്പെട്ടു. ചോദിക്കും ഈ ദേവദാസന്മാർക്കും ഒക്കെ ചിലപ്പോൾ അവർ ഞാൻ ബി എന്നൊരു അക്ഷരം കാണുന്നു, അത്രയും വരെ അവർ വളർന്നിട്ടുള്ളൂ. അത്രയും വരെ വളർന്നല്ല. ഓ സ്തോത്രം. അവരാ ബീന്നൊരു സംഭവം ആത്മാവ് പറഞ്ഞപ്പോൾ ഇനി കുറെ കൂടെ അവർ ശരിക്കും ഇരുന്ന് ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്താൽ അതിനനുവദിക്കുകയല്ലേ നമ്മൾ. സ്തോത്രം. അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമ്മാ ബാബു ഇങ്ങനെ തെറ്റ് വരാൻ പറയും. സ്തോത്രം. ഇതിനും അതൊക്കെ ആത്മാവ് ചെയ്യുന്ന കാര്യമാണ്. ബാബു ഇങ്ങനെ തെറ്റ് വരാൻ പറയും. സൊല്യൂഷൻ കൊടുക്കുന്ന ആത്മാവ് ഇത് കേരളത്തിൽ വ്യാപരിക്കുന്നുണ്ട്, ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ നടുവിൽ നമ്മളെയൊക്കെ വ്യത്യസ്തമായി ആത്മാവ് ചലിപ്പിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ ആരാധിപ്പിക്കുന്നുണ്ട്, നമ്മുടെയൊക്കെ നാവിനെ എക്സ്ട്രീംലി വേറൊരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ്. ഭയങ്കര സാധ്യതയുണ്ട് ഈ ആത്മാവിൽ. പ്രാർത്ഥിക്കേണ്ട കർത്താവേ ഈ ദിവസങ്ങളിൽ അതിൻ്റെ ഹയർ ലെവലുകളൊന്ന് തുറന്നു വരാൻ. അവൻ ഇനി വേണ്ട അസൂയ ടിജോയോട് വേണ്ട, ടിജോയ്ക്ക് ഇനി കൊടുക്കുമെന്ന് വേണ്ട, ഇനി അന്നേരം എന്ന് പറ. ഹലോ, അവർ ബബ്ബ പറയാന്ന് ഞാൻ ചെന്ന് ബാബു എന്നൊക്കെ പറഞ്ഞോളാം, അങ്ങ് ഏറ്റെടുത്തു. ഗ്ലോറി. ദൈവം പറയും ഓക്കെ എന്നാൽ അതിനെ കൂട്ടിരിക്കട്ടെന്ന് പറയും. അപ്പം നമ്മൾ അവനെ ബബ്ബ പറഞ്ഞ് കളിയാക്കണ്ടെന്നേ. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവൻ ചിലർ അങ്ങനെ പറഞ്ഞ് കളിയാക്കുക. ഹലോ, പോരായ്മകൾ നികത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്ത് ഷാർപ്പായിട്ട് അവരൊക്കെ സംസാരിക്കുന്നത്. ദൈവാത്മാവിൽ ചലിക്കുന്ന അഭിഷിക്തന്മാർ. കെരിത്തോട്ടിൽ വെച്ച് ദൈവം തിരിച്ചുവിടുക. ചെല്ല്, രാജാവ് വാളും പിടിച്ചുകൊണ്ട് പടയും പടയാളികളും തേരാപ്പാര നടക്കുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിന്, രാജാവിൻ്റെ മൂക്കിന് കീഴെ ഇരിക്കുന്ന വിധവയുടെ വീടിനകത്ത് തലകൂടെ തുണിയിട്ട് വേഷം മാറിയൊന്നുമല്ല അവർ പോകുന്നത്. ചെന്ന് നിന്നപ്പോഴേ സിസ്റ്റർ പറയാണ് പ്രവാചകന്ന്. അപ്പോൾ ആളെങ്ങനെ ചെയ്യുന്നത്? പ്രവാചകനായിട്ട് തന്നെയാണ് ചെയ്തത്. ഒരുത്തരും തൊടത്തില്ല. ദൈവം ഈ ആത്മാവിനാൽ പോകുന്നവനെയൊക്കെ കൈകൊണ്ടങ്ങ് മറയ്ക്കും. സ്തോത്രം. കെരിത്തോട്ടിൽ അവൻ തൻ്റെ കൈകൊണ്ട് ഒളിപ്പിച്ച് മറച്ചു വെച്ചു, ഒരുത്തനും കാണാൻ കഴിഞ്ഞില്ല. കമോൺ, നമുക്കിങ്ങനെ ഈ ആത്മാവിലൊന്നും നടക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അങ്ങനെ നടക്കുന്നൊരു വ്യക്തിയാകണം. നീ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മരണദൂതനകത്തിരുന്നുകൊണ്ട് പറയുകയാണ്, അടുത്ത ഏതെങ്കിലും ഒരു മിനിറ്റിനകത്ത്, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്ലാനാണ് കേട്ടോ, ഏതെങ്കിലും മിനിറ്റിനകത്ത് അമ്മയും മകനും ചത്തു കിടക്കുന്ന ഒരു വീടായി. എന്നിട്ട് നാളെ
പ്രവാചകൻ ക്ഷാമം പ്രവചിച്ച ഒറ്റ കാരണത്താൽ ഇതൊക്കെയാണോ ദൈവദാസന്മാർ, ഇവനൊക്കെയാണോ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എന്ന് വരുത്തിത്തിക്കാൻ ആ കുടുംബത്തിനകത്ത് മരണദൂതൻ പ്ലാനും പദ്ധതി ഇട്ടപ്പോൾ ഭയങ്കര സംഭവമാണ് കേട്ടോ. എന്തോ അന്നേരം പറയാണ്, അങ്ങ് കരുത്തോട്ടിലിരുന്ന മനുഷ്യനോട് പറയാണ്, യു ആ സ്ത്രീയുടെ വീട്ടിലോട്ടെല്ലാം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഈ ആത്മാവുള്ളവനൊരു ദേശത്തുണ്ടെങ്കിൽ പിശാചിനൊരു വീട്ടിൽ സ്വസ്ഥതയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഓ ഗ്ലോറി! സാത്താൻ ആ വീടിനകത്ത് കയറിയിരുന്ന് പ്ലാൻ അങ്ങോട്ട് ചെയ്ത് വേഗം വേണം, പെട്ടെന്ന് വേണം, എനിക്ക് അടുത്ത വീട്ടിൽ പോകണം, നിന്നെയും കുഞ്ഞിനെയും കൂടെ തട്ടിയിട്ടിട്ട് വേണം എനിക്ക് അടുത്ത വീട്ടിൽ. എന്തൊക്കെയായിരിക്കും അവൻ പ്ലാൻ ചെയ്തത്? തമ്പുരാൻ പറയാ, പൊളിച്ചടുക്കുന്ന പിള്ളേർ വരും. എടാ, എൻ്റെ ആത്മാവിൽ നടക്കുന്നവരുണ്ട്. അവൻ ഏലിയാവ് വന്ന് വീടിന്റെ മുറ്റത്തോട്ടൊക്കെ നിൽക്കുകയാണ്. സിസ്റ്റർ, പ്രൈസ് ഗോഡ്. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. കർത്താവ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ് യഹൂദന്മാരോട്, എബ്രായരോട്. യഹൂദന്മാരോട് സംസാരിക്കുകയാണ്. ആദ്യത്തെ മെസ്സേജാണ് എബ്രായർ 4:25. ഒത്തിരി വിധവമാരുണ്ടായിരുന്നു, ഒത്തിരി വിധവമാരുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ ഞാൻ ഏലിയാവിനെ അയച്ചില്ല. എൻ്റെ ദൈവമേ, ഏലിയാവിൻ്റെ കാലത്ത് ആകാശം. ഓക്കെ, ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു, പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് ബാക്കി പറയുന്നു. അടുത്ത വാക്യം. സൊല്യൂഷൻ കൊണ്ട് പോകുന്ന ആത്മാവുള്ളവർ. എവിടെങ്കിലും പിശാച് വലിയ പ്ലാനും ഒക്കെ ആയിട്ടിരിക്കും. അത് കൊട്ടാരമാണെങ്കിലും, ഹലോ, അത് ദരിദ്രയുടെ വീടാണെങ്കിലും, അത് ഏത് സ്ഥലമാണെങ്കിലും ഈ ആത്മാവുള്ളവനെ പൊക്കി എടുത്തോണ്ട് പോകുന്ന ദൈവം, ഈ ആത്മാവുള്ളവനെ തൂക്കിയെടുത്ത് ആ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് നിർത്തും. എവിടാണോ നിന്റെ മേൽ നിന്ന്, നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ കൈക്കകത്തൂടെ, നിന്റെ ശബ്ദത്തിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടത്, ആ കറക്റ്റ് സ്ഥലത്ത് നിന്നെ കൊണ്ട് നിർത്തുന്ന ആത്മാവ്. അന്യഭാഷ പറയാൻ മടിക്കണ്ട, ഹല്ലേലൂയ പറയാൻ മടിക്കണ്ട. കളിയാക്കുന്നവൻ കളിയാക്കി ഭ്രാന്ത് പിടിക്കും. പക്ഷേ അതിന് സ്തോത്രം പറയുന്നവനെ ദൈവാത്മാവ് കൈക്ക് പിടിച്ച് ഈ കാലഘട്ടത്തിൽ ആർക്കും ചെയ്യാൻ കഴിയാത്തത്, ഈ തലമുറയിൽ ഒരിക്കലും ഒരുത്തരും ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്യിക്കും. പ്രൊഫറ്റിക്കൽ സ്പിരിറ്റ് ചുമ്മാ രണ്ട് ദൂത് പറയുന്ന സ്പിരിറ്റ് ഒന്നുമല്ല. ചെന്ന് ഒരു അർത്ഥത്തിൽ ഏത് സാഹചര്യമാണോ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നത്, ഈ ആത്മാവിനാവുന്നൊരു വിഷയമല്ല. കൊട്ടാരത്തിൽ നിന്ന് നിയമം അവനെ ബ്ലോക്ക് ചെയ്യാനാ വന്നതെങ്കിൽ നീ അതിന്റെ ഇടയിൽ കൂടെ കയറിപ്പോവും. ലോറി, നീ അതിന്റെ ഇടയിൽ കൂടെ കയറിപ്പോവും. വേണമെങ്കിൽ നിന്റെ തലയ്ക്ക് വില പറയുന്ന പടയാളിയോട് നീ വഴി ചോദിക്കും, ബ്രദറെ ആ സിസ്റ്ററിന്റെ വീട് എവിടാ? ഓ സ്തോത്രം. അവൻ അവിടെ നിന്ന് പറയും, ഇതിലേ കൂടെ പോയാൽ മതി. അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നില്ലേ? പറയിപ്പിക്കും. അരാബിയ സൈന്യം എലീശ പ്രവാചകനെ വളഞ്ഞു. ഇതെന്തോ പുസ്തകമാണ്, ഇത്രയും വലിയ സാധ്യതയുടെ പുസ്തകം പിടിച്ചോണ്ടാ പറഞ്ഞ് നടക്കുന്നു. എന്നിട്ട് നമുക്ക് പ്രാർത്ഥന വരത്തില്ല. നമ്മളിപ്പോഴും പറയുകയാണ്, ദൈവമേ ആ അറബിയോടൊന്ന് ഇടപെടണേ, അയാൾ എൻ്റെ 2 കേടി കട്ട് ചെയ്തു. സ്വതന്ത്രം അവൻ്റെ ഖജനാവ് മൊത്തം എടുത്ത് കൈ തരുന്ന ആത്മാവായത്. പിന്നെ വേണ്ട, പിന്നെ ആ ഖജനാവ് കൊണ്ട് പിന്നെ അവനേക്കാൾ ഗതികെട്ടവനാകാതിരിക്കാനായിരിക്കും ചിലപ്പോൾ തരാത്തത്. ഭയങ്കര സാധ്യതയാണ് നമ്മുടെ ദൈവത്തിന്. അവൻ ചിലപ്പോൾ ആ ഓഫീസിലോട്ടൊക്കെ ചെന്നിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഈ ആത്മാഭാഗത്തുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുന്നേറ്റുന്ന അരിയാണി ഉറച്ചങ്ങ് തുള്ളിച്ചാടാനും മതി. എന്തും സംഭവിക്കുമെന്നേ. നമ്മൾ ഈ ആത്മാവിനെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചർച്ചയിൽ വന്ന് കൈവടിച്ച് പാട്ടുമൊക്കെ പാടിയൊക്കെ പോകുന്നതല്ലാതെ ഇതിനെ അടുത്ത ലെവലിൽ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ഒന്ന് ചിന്തിച്ച് തുടങ്ങിക്കോണം. ദൈവമേ ഞാൻ തയ്യാറാ, ഞാൻ റെഡിയാണ്. അവൻ ദൈവാത്മാവ് നമ്മളങ്ങനെ റെഡിയായിരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ദൈവാത്മാവ് തീരുമാനിക്കും.
പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അരാമ്യ സൈന്യം ഒക്കെ വളഞ്ഞു. ഒരുത്തനെ പിടിക്കാൻ ഒരു സൈന്യം. ഓ എൻ്റെ ദൈവമേ, അവർക്കറിയാം അങ്ങനെ ചെന്നാൽ പറ്റത്തില്ല. സൈന്യം വളഞ്ഞിരിക്കുമ്പോൾ അവൻ ബാല്യക്കാരൻ ചെന്നങ്ങോട്ട് നോക്കിയപ്പോൾ മല മുഴുവൻ ഉരുക്ക് രഥങ്ങളുമായി വാളും പരിചയം പിടിച്ചുകൊണ്ട് അരാമ്യ സൈന്യം വേട്ടപ്പട്ടിയെപ്പോലെ ഒരു പ്രവാചകനെ വളഞ്ഞിട്ടിരിക്കുമ്പോൾ തടുത്തു വെച്ചേക്കുകയാണ് ദൈവം. അവൻ വളഞ്ഞങ്ങോട്ടിരിക്കുകയാണ്. അവൻ പ്രവാചകനെ കണ്ടിട്ട്, അവൻ ഈ ബാല്യക്കാരനെ കണ്ടിട്ട് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ചില സമയങ്ങളിൽ ഇതൊക്കെ വെച്ചങ്ങ് പ്രാർത്ഥിക്കും. എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ധത പിടിപ്പിക്കണേ കർത്താവ്. നമുക്ക് ഈ പോയിൻ്റ് പറയാൻ അറിയത്തില്ല. നമ്മൾ പറയും ചള്ളും പുള്ളും എല്ലാം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ആ കറക്റ്റ് സാധനം പറഞ്ഞു തരും നമ്മുടെ അകത്തിരുന്ന ആത്മാവ്. നമുക്കിത് പ്രാക്ടീസ് ചെയ്യണം. പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരുന്നാൽ പരിശുദ്ധനായ സ്വർഗ്ഗസ്ഥനായ പിതാവ് ചുമ്മാ വലിച്ചു നീട്ടി കുറേ പദം പറഞ്ഞു വിടാതെ ആ പദം ദൈവാത്മാവ് വായി തരുന്നത് വരെ. നമ്മൾ വല്ലതും ആ മുടന്തൻ്റെ അടുക്കലും കാണാൻ പോയി നിൽക്കുകയായിരുന്നെങ്കിൽ ഈ ആണ്ടിലെങ്കും നമ്മുടെ വായിലെങ്കും വരത്തില്ല. പൊന്നും വെള്ളിയും എനിക്കല്ലേ എഴുന്നേറ്റ് നടക്കാമെന്ന്. ഹലോ, നമ്മളവിടെ പോയി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. ദൈവമേ കർത്താവേ, നമ്മൾ വേണേൽ പറയും ഒരു പരസ്യം അവിടെ നടത്താമെന്ന്. ഒരു പരസ്യവും നടത്താം. അവിടെ ഒത്തിരി പേര് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടെന്ന് പറയും. എത്തും പിടി കിട്ടാതെ ഭുഷ് രണ്ടടിച്ചിട്ട് നമ്മളങ്ങ് പോകും. സ്വത്രം അതൊക്കെ കീ വേഡുകൾ പറയാൻ വരത്തില്ല വായി. കീ വേഡ് അത്യാവശ്യ സമയത്ത് അവൻ നമ്മുടെ അകത്തുനിന്ന് വരാത്ത ഒരു അഭിഷേകമായി മാറി നമ്മുടെ അഭിഷേകം അല്ലേ? അത്യാവശ്യ സമയത്ത് ഇതിറങ്ങി വരൂ. സ്വത്രം എല്ലാം കഴിഞ്ഞിട്ട് സഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. നമ്മൾ ഗ്ലോറി അത്യാവശ്യ സമയത്ത് എൻ്റെ ദൈവമേ സ്വത്രം ദൈവമേ നമ്മളെന്തറിയും എന്തോ കാട്ടിക്കൊടുത്തു. അയ്യോ, ഇവരുടെ നേരെ തിരിച്ചായിരുന്നു. അത്യാവശ്യ സമയത്ത് പൊന്നും വെള്ളി അങ്ങ് എടുത്തു കൊടുക്കുക ദൈവം. ദൈവാത്മാവിനറിയാം ഇവൻ്റെ കൊടുത്താൽ മതി. കൊടുക്കാത്ത താമസമേ ഉള്ളൂ, അന്നേരം തട്ടിവിടും. ഗ്ലോറി അവരങ്ങ് റെഡി ആയിരിക്കുക. അവരങ്ങ് ഗ്ലോറി. അങ്ങനെ വേണം. പ്രാർത്ഥാവേ, ഞാൻ വർഷങ്ങളായി ഇതിനകത്ത് വന്നു പോന്നു. എൻ്റെ വരുത്തുപോക്കല്ലാതെ എൻ്റെ വായിൽ വരണ്ടിയ പലതും വരുന്നില്ലല്ലോ. ഇന്ന് രാത്രി മുതൽ ഞാനൊരു ദൈവത്തിൻ്റെ കീ പേഴ്സണായി മാറട്ടെ. ദൈവത്തിൻ്റെ ഒരു കീ വ്യക്തിയായി മാറട്ടെ. പ്രവാചകൻ എന്തോ വാക്കാന്നുള്ളതാണ്. അച്ഛാ, ആ വാതിക്കൽ ഒരു കടിക്കുന്ന പട്ടിയെ പൂട്ടിയിട്ടുണ്ട്. പോകുന്നവരെ മൊത്തം കടിക്കുക. എല്ലാവരും കടിക്കുകയാണ്. അങ്ങ് ആ മെയിൻ വാതിലിൻ്റെ അവിടെ എല്ലാവരും കടിക്കുകയാണ്. സന്തോഷ് പാസ്റ്റർ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ദീപുവിനെ കൈവച്ചിട്ട് പറയുകയാണ്. ദീപുവിനോട് ഫാമിലിൻ്റെ ഇല്ല ഫാമിലി കൈവച്ചിട്ട് പറയാ, പൊക്കൂ, ആ പട്ടി നിന്നെ കടിക്കത്തില്ല, ധൈര്യമായിട്ട് പൊക്കൂ. ഞാനൊരു ഡൗട്ട് ചോദിക്കുന്നു, പോവോ അച്ഛാ? പോയ 18 പേരെ കടിച്ച ആശുപത്രിയിൽ അവർ 19ാമത്തെ വ്യക്തിയാണ്. സന്തോഷ് പാസ്റ്റർ തലേ കൈവച്ചിട്ട് പറയാണ്, ഞാൻ ഒരു വെളിപ്പാട് കണ്ടു, ആ പട്ടി നിന്നെ കടിക്കത്തില്ല. ഞാൻ ആ പട്ടിയുടെ വായ അടച്ചു. പാസ്റ്ററിന് വായിനെയും ടേപ്പ് കൊണ്ട് അടച്ചാലും നമ്മൾ പോകും. ചങ്ങലയിട്ട് പൂട്ടി വലിച്ച് പട്ടാളക്കാരെ കൊണ്ട് പിടിപ്പിച്ചാലും നമ്മൾ പറയും, ശരിക്കും പിടിച്ചിട്ടുണ്ടോ? കാരണം മുമ്പിൽ പോയി എല്ലാവരെയും കടിച്ച പരിചയമുള്ളൂ. ഭയങ്കര സംഭവമാണ് അത് പറഞ്ഞാ പോകുമെന്ന്. ഇപ്പൊ പട്ടി അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പോകും. പട്ടിപ്പ അവിടെ ഇല്ലാത്തതുകൊണ്ട് സ്വന്തം പട്ടി ഒന്ന് നിന്ന് നോക്കണം. ദൈവമേ അല്ലേ, യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ ഈ ആത്മാവങ്ങ് ഇറങ്ങും. ഒരു സൈന്യം തൻ്റെ പേര് പറഞ്ഞ് ഇന്നത്തെ തലമുറയുടെ ഇന്നത്തെ സിസ്റ്റം വെച്ച് നോക്കിയാൽ തൻ്റെ ഫോട്ടോയും പിടിച്ചോണ്ട് നിൽക്കുന്ന ആ പട്ടാളക്കാരുടെ മുമ്പിലോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്നിട്ട്, ഞാനാ നിങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ആരെയാണെന്നും പറഞ്ഞ് അങ്ങോട്ട് അതിനു മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്തോ വേർഡൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും, നമ്മളാരും പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അന്ധത പിടിപ്പിക്കണേ. ആത്മമനുഷ്യൻ കാര്യങ്ങൾ നിയന്ത്രിക്കും. ഞാൻ ഇന്ന് രാത്രി അത് പറയുകയാണ്. നമുക്കൊക്കെ അത് പറയാനുള്ള ലൈസൻസ് കിട്ടിയവരാ. നമ്മുടെയൊക്കെ വായ ദൈവം അങ്ങ് തൊട്ടുവിട്ടേക്കുക. അത് ആമേൻ. നമ്മുടെ വായിൽ ദൈവം അതൊക്കെ പറയിപ്പിച്ചവന്റെ നാവല്ല.
എലീശായുടെ നാമത്തുമല്ല ദൈവം നമുക്ക് തന്നേക്കുന്നത്. ആ കീവേഡ് കൊടുത്ത് അവരുടെയൊക്കെ അകത്ത് ഓപ്പറേറ്റ് ചെയ്ത ആത്മാവ് നമുക്ക് പറയാം. അതേ നാവ്, തീയുടെ നാവ് നമ്മുടെ നാവിൽ, നമ്മുടെ വായിൽ ദൈവം ഫിറ്റ് ചെയ്ത് തന്നേക്കുക. നമുക്ക് ഓപ്പറേറ്റ്. എനിക്ക് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സംഭവങ്ങൾ സഭ പ്രാക്ടീസ് ചെയ്യണം. ചർച്ച അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി നിൽക്കുന്നു. എനിക്ക് എൻ്റെ അനോയിൻറ്റിങ് ഉപയോഗിക്കണം. എൻ്റെ അഭിഷേകം യൂസ്ഫുൾ ആകണം. എൻ്റെ അഭിഷേകം എന്താകണം? യൂസ്ഫുൾ ആകണം. എനിക്ക് അഭിഷേകം ഉണ്ട്, അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞ് കൈയടിച്ച് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെന്തിക്കോസ്തുകാരുടെ കൂട്ടത്തിലാകാതെ go and practice your anointing. പോയി അത് പ്രാവർത്തികമാക്കാൻ. ചെന്ന് ഒറ്റ പ്രാർത്ഥനയാ, കർത്താവേ എന്റെ തലവെട്ടാൻ നിൽക്കുന്ന ആയുധപാണികളായി നിൽക്കുന്ന സൈന്യത്തെ ഞാൻ അന്ധത പിടിപ്പിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവമേ നീ അന്ധത പിടിപ്പിക്കണമേ. ഇടിമിന്നൽ ഉണ്ടായില്ല, ഭൂകമ്പം ഉണ്ടായില്ല, ഒന്നും നടന്നില്ല, പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പ് എന്തോ ഇത് ബൈബിളിൽ എഴുതി വെച്ച് പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പ് അന്ധത പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുമെന്നല്ല, അതാ രസം. ഹലോ, തപ്പിത്തടയൊന്നുമല്ല, കറക്റ്റ് ആരെ കാണല്ല അവനെ മാത്രം കാണത്തില്ല. ഇത് വെരി സ്പെഷ്യൽ അന്ധത. എന്തോ സംഭവം. അണ്ട് അവനെ മാത്രം കാണല്ലേ, ബാല്യക്കാരനെ ഏലിശായും കാണല്ലേ, ഇറങ്ങി അങ്ങോട്ട് എന്നിട്ട് അവനോട് തന്നെ സംസാരിക്കും. നിങ്ങൾ ആരെയാ തപ്പിരിക്കുന്നത്? ഞങ്ങൾ ഏലിശ പ്രവാചകനെ കഴുത്തുവെട്ടി പിടിച്ചു കെട്ടി കൊണ്ടുപോകാനായിട്ട് വന്നു. ആണോ? ഇതുവഴി പോയിട്ടുണ്ട്. വെയിറ്റ്, ഞാനോടൊന്ന് വരാം ഒന്നിച്ചിരെ അല്ലേ. വന്ന് വിളിച്ചോണ്ട് പുറകെ വന്ന സൈന്യം, തന്നെ പിടിക്കാൻ വന്ന സൈന്യത്തെ കൊണ്ട് എന്തോ സീനാ അതൊക്കെ. കാണൂ, ഭാവന കാണൂ, എന്തോ സീനാ ലോർഡ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കീഴിലല്ലയോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒത്തിരി പ്രസംഗമൊന്നും വേണ്ടാന്നേ. പ്രസംഗകനെ നോക്കണ്ട, ഇതേ 10 പിടിച്ചോണ്ട് വേണം ആരാധിക്കാൻ വരാൻ. ദൈവത്തിന്റെ മുമ്പിൽ വരുന്ന ഇങ്ങനെ കുറെ സംഭവം കൊണ്ട് വരണം. കർത്താവേ, ഇങ്ങനൊക്കെ ഉണ്ടല്ലോ നിന്റെ പുസ്തകത്തിനകത്ത്. ദൈവത്തിന്റെ പ്രവാചക ആത്മാവ് രാജ്യത്തിന്റെ മേലിറങ്ങിക്കളയും. മരണദൂതം കയറിയിരിക്കുന്ന വീട്ടിനകത്ത് എന്ന് കയറുന്ന ആത്മാവ് പിള്ളാരെ കടക്കാരെ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന കടഭാരത്തിന്റെ ആത്മാവിനെ കൈകാര്യം ചെയ്യുന്ന, ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് ശബ്ദം കൊണ്ട് എണ്ണപാത്രത്തിന്റെ ഗതി തിരിച്ചുവിടുന്ന, ഫിനാൻഷ്യൽ ഏരിയയുടെ ഗതി തിരിച്ചുവിടുന്ന, സാമ്പത്തിക ഏരിയയുടെ ഗതി തിരിച്ചുവിടുന്ന, ഫിനാൻഷ്യൽ ഏരിയകളുടെ റിപ്പീറ്റ് അതിന്റെ ഗതി തിരിച്ചുവിടുന്ന ആത്മാവ് എന്തു ചെയ്യും? പ്രാർത്ഥിക്കാൻ പോകാം നമ്മൾ ഇന്ന് രാത്രി. ദൈവമേ, പല രീതിയിലാണ് ഇത് പലരെ സ്വാധീനിക്കുന്നത്. പ്രൊഫറ്റിക്കൽ ആത്മാവ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എത്രയോ മേഖലകളിൽ അവരെന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഒരിക്കൽ ധനുച്ചപുരമോ പ്രാവച്ചമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ബിനോയ് കൊട്ടാരക്കരെ ഞാനും കൂടെ പോയൊരു മീറ്റിങ്ങാണ്. എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഈ പ്രശ്നമൊന്നും ഉണ്ടാകും വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിൻ്റെ സാൻഡ്രോ വണ്ടിയാണ്. എന്നെ കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ അവിടെ കൊണ്ടുവരുത്തിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയി. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭയങ്കര ഒരു ഗ്രൗണ്ട്, ഭയങ്കര സൗണ്ട് സിസ്റ്റം. അതിൻ്റെ ഓപ്പോസിറ്റിൽ ഹരേ രാമ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഓപ്പോസിറ്റ് ബോക്സ് കൊണ്ടുവച്ച് എതിർ പ്രശ്നം റജി നാരായണനെ അടിക്കണം. നാരായണൻ അവിടെ പ്രസംഗിക്കാൻ പാടില്ല. ഇതൊന്നും എനിക്കറിയത്തില്ല. അവരെന്നെ വിളിക്കുന്നുണ്ട്. 6 മണി മുതലേ വിളിയാണ്. ആ സർപ്രൈസ് ആയിക്കോട്ടെ, ഫോൺ എടുത്തില്ല. എന്തിനാ ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞാൽ ഇന്നലെ വിളിക്കുന്ന എന്തിനാ, ഇനി അങ്ങ് ചെല്ലാം എന്നും പറഞ്ഞാൽ അവർ വിളിക്കുന്ന എന്തിനാണെന്നറിയാം, വരരുതെന്ന് പറയാനാണ്. ഞാൻ എടുത്തില്ല. ബിനോയ് കൊണ്ട് ഞങ്ങളോട് ചെന്നു. അപ്പോൾ ബിനോയ് പറഞ്ഞു, അച്ഛാ എന്തോ പന്തികനുണ്ടല്ലോ, മൊത്തം നിരന്നിക്കുക കാവിക്കാര്. സ്വത്രം പെട്ടെന്ന് നിർണായക സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആത്മാവാണ് നമ്മുടെ മേലിരിക്കുന്ന ആത്മാവ്. നമ്മുടെ റെഡിനെസ്സാണ് വേണ്ടിയത്. നമ്മുടെ റെഡിനെസ്, നമ്മൾ അവിടുന്നൊക്കെ നമ്മളൊന്ന് ആ ഏരിയയിൽ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏത് സമയത്ത് ഈ ആത്മാവ് റെഡിയായിരിക്കും. നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ആത്മാവ് റെഡിയാണ്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഡബിൾ ടൈം ഈ ആത്മാവ് റെഡിയാണ്.
പക്ഷെ പലപ്പോഴും നമ്മൾ റെഡിയല്ല. നമ്മൾ ഈ സാധാരണ പ്രസംഗമൊക്കെ കേട്ടിരുന്ന് പോകുന്നവരുടെ കൂട്ടത്തിലായതുകൊണ്ട് ആത്മാവും പറയും പ്രസംഗം കേൾപ്പിച്ചു വിടാമേ. കേട്ടു പോ. അല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ തയ്യാറാണെങ്കിൽ അതിനപ്പുറത്തേക്ക് വരാൻ ഈ ആത്മാവ് തയ്യാറല്ലാത്ത ഏലിയാവിനോടല്ല പറഞ്ഞത് പോ വിധവയുടെ അടുക്കൽ. ആത്മാവിനറിയാം, കേട്ടാൽ മതി അന്നേരം ഇറങ്ങി ഓടുവെന്ന്. ഗ്ലോറി, സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ പൊന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരെ അന്ധത പിടിപ്പിക്കുന്നു. ഇതൊക്കെ വായിച്ചിട്ടെങ്കിൽ എന്തിനിത് ഇട്ട് വെച്ചേക്ക് വായിച്ച് പോകുന്നതല്ലാതെ നമ്മുടെ വായിലും വരത്തില്ലെങ്കിൽ എന്തിനാ? സ്തോത്രം കർത്താവേ, അവരെ അന്ധത പിടിപ്പിക്കണം. യേശുവിൻ്റെ നാമത്തിൽ വരെ കൈകാലുകളെ ഞാൻ ബന്ധിക്കുന്നു. പേടിയോ എന്തൊക്കെയോ അങ്ങ് വരിക. അങ്ങ് സ്തോത്രം ആത്മനിയോഗമാണോ പേടിയാണോ പരവേശമാണോ ചെന്ന് ചാടിപ്പോയി. സ്തോത്രം ബിനോയ് വണ്ടി കൊണ്ട് അങ്ങ് പോയി. ഉടനെ ഒന്നും വരത്തൂലെന്ന് എനിക്കറിയാം. ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ എന്നെ കണ്ടപ്പോഴത്തേന് ഫോട്ടോ നോക്കുന്നു. ഞാൻ പതുക്കെ ചെന്ന് ഗ്രൗണ്ടിനകത്തോടെ കയറി. ഇവരെല്ലാം കൂടെ എൻ്റെ അടുക്കലോട്ടൊന്ന് ചാടി. ഞാൻ സ്റ്റേജിൽ ചാടി കയറി, കാരണം അവിടെ ഒരു സുരക്ഷിത സ്ഥലമായിരിക്കും എന്ന് കണ്ട് അവിടെ കയറിയിരുന്നു. എനിക്ക് മീറ്റിങ്ങിന് മുമ്പ് ഒരാൾ പ്രാർത്ഥിക്കാൻ, മധു എന്ന് പറയുന്ന ഒരാൾ പ്രാർത്ഥിക്കാൻ കയറി. അവൻ കയറി തുടങ്ങിയതേ തല്ല് കിട്ടുന്ന വർത്തമാന. ദേശത്തെ അന്യാരാധന, നാക്ക് നീട്ടിയ ശക്തി, 1000 കൈയുള്ള ശക്തി, അടി വിളിച്ച് വരുത്തുക. ഞാൻ കർത്താവേ, ആ നാക്കിനെ ഞാൻ അരിയുന്നു, ആ കൈയെല്ലാം ഞാൻ അരിയുന്നു. എനിക്ക് ആ സീനൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. റോഡ് നിറച്ച് RSS നിരന്ന് നിൽക്കുകയാണ്. പുള്ളി അന്ധകാര ശക്തിയാക്കി ശാസിക്കാണ്. കിട്ടല്ലേ അടി കിട്ടി. സ്തോത്രം. ഞാൻ ഒരു അരമണിക്കൂർ കൃപാവരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതുവരെ അവർ കയറിയില്ല. നിർത്തി. ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ്. യോഗം കൊണ്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ നേരെയാണ് വരുന്നത്. എവിടെ അവൻ വരുന്നത്? എന്തോ ശബ്ദമാണെന്നറിയോ? അല്ല, വാളും പിടിച്ചോണ്ട് ഇങ്ങനെ നമ്മൾ മൊബൈലും പിടിച്ചോണ്ട് വരുന്ന പോലെ അല്ല അവർ വരുന്നത്. അടിക്കാൻ വരുന്നതിനോട് നോക്കണം. അവന് വരുന്നത് ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ നടന്നു. എന്നിട്ട് നേരെ ചെന്ന് സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു RSS കാരനാണ്. ഇവർ വേറെ ഗ്രൂപ്പാണ്, വേറെ ദൂരെ നിന്ന് വിളിച്ചോണ്ട് വന്നാൽ ഒരിക്കലും ആ ഏരിയയിലുള്ളവരല്ല ഉപദ്രവിക്കും. സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവൻ്റെ കോളറെ പിടിച്ച് ദൈവം അങ്ങ് തെറ്റിച്ചു വിടും. സ്വത്രം നമുക്ക് അടിക്കണമല്ലേ, അങ്ങ് തിരിച്ചങ്ങ് വിട്ടു. ഒറ്റയടി. അവൻ എഴുന്നേറ്റ് ഈ മൈക്ക് സ്റ്റാൻഡ് ഇട്ട് അടി കിട്ടില്ല. അടി നാരായണൻ്റെ ഇപ്പുറത്തൂടെ ബിനോയ് വണ്ടി കൊണ്ട് കൃഷ്ണ സ്ഥലം വിട്ടു. ഗ്ലോറി. പോയി അന്ധത പിടിപ്പിക്കണം. പണി തരാൻ വരുന്നവനെ വെറുതെ കൊണ്ട് നടക്കല്ല. ഈ അഭിഷേകം, ഈ ആത്മാവിനെ വെറുതെ കൊണ്ട് നടക്കരുത്. പ്രാക്ടീസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭ നമ്മൾ കൂടി വരുന്നു, തിന്നു കുടിച്ച് പാട്ടും പാടി പോകുന്നതല്ലാതെ effectively we are not using the power of anointing. ആമേൻ. നമുക്ക് ഈ ദിവസങ്ങൾ അഭിഷേകം ഉപയോഗിക്കണം. ദൈവമേ, നീ എനിക്ക് തന്ന അന്യഭാഷയുടെ നാവിന്റെ ശക്തി അത് വെളിപ്പെടണം. ആർക്കറിയാം സുഡാനികളെ നീ സ്നാനപ്പെടുത്തും? ഹലോ, പാലസ്തീൻകാരെ എന്തും സംഭവിക്കാം. ഭാഷ ഒരു വിഷയമല്ല, കൾച്ചർ ഒരു വിഷയമല്ല, സംസ്കാരം ഒരു വിഷയമല്ല, കളർ ഒരു വിഷയമല്ല. പത്രോസ്, ഈ പിന്നാമ്പുറ ശക്തിയെ ഇന്ന് രാത്രി ഞാൻ വെട്ടുന്നതോടുകൂടി നിന്റെ അകത്തെ ആത്മമനുഷ്യൻ ഇറങ്ങി വെളിവരും. നിന്റെ അകത്തെ ആത്മമനുഷ്യനെ തടുക്കാൻ കഴിയാത്തില്ല. നമ്മളത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അഭിഷേകം യൂസ്ഫുൾ ആകണം, എൻ്റെ അഭിഷേകം പ്രാക്ടിക്കലായി പുറത്തു വരണം? എനിക്ക് 1000 അന്യഭാഷ പറയുന്നതിനേക്കാൾ കർത്താവിന്റെ കൈ ഇറങ്ങി വരുന്നത് എനിക്ക് കാണണം. പ്രാക്ടീസ് ചെയ്യിപ്പിക്കും ദൈവം. ഞാൻ പറയും, ഇത് അന്യഭാഷ പറയുകയും കൈയടിച്ച് ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ കൂടെ ഈ ആത്മാവ് അടുത്ത ലെവലാണ്, പ്രവൃത്തിയായി ഇറങ്ങി വരും. മാളികമുറിയിൽ ഇത് പ്രാക്ടീസ് ചെയ്തു, അടുത്ത ലെവൽ പ്രവൃത്തിയായി ഇറങ്ങി വന്നു. അവർക്ക് തെരുവിൽ ചെന്നപ്പോൾ കൈയടിക്കാനല്ല തോന്നുന്നത്, ആ കൈയടിച്ച കൈ ചൂണ്ടി അവർ പറയും എഴുന്നേറ്റ് നടക്ക. തെരുവിൽ ചെല്ലുമ്പോൾ അവർക്ക് അന്യഭാഷയല്ല വരുന്നത്, അത് പ്രാക്ടീസ് ചെയ്തവന്റെ വായ ദൈവത്തിന്റെ താക്കോൽ വാക്കുകൾ വിളിച്ചു പറയും. പൊന്നും വെള്ളിയും എനിക്കില്ല, നസ്രേന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഓ, സ്വത്രം പറഞ്ഞാട്ട് എനിക്കറിയാം. പ്രവചനാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ആത്മാവുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓ ബാബാ, ഒരു ഭയങ്കര സാധ്യതകൾ നമ്മുടെ അകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്.
ആമേൻ. ആ സാധ്യതകളെ മങ്ങിപ്പിക്കുന്ന സംഭവമാണ് പുറകിൽ നിൽക്കുന്നത്. തമ്പുരാന്റെ ആത്മാവ് കർത്താവ് അന്ന് രാത്രിയോ പകലോ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞപ്പോൾ എത്തിക്കുത്തി ഒരു നോട്ടം അങ്ങോട്ട് പറഞ്ഞു, ഏയ് ഇനി മേലാൽ അവന്റെ പുറകെ കണ്ടേക്കരുത്, പോ. അതോടുകൂടി പത്രോസിന്റെ ലെവലങ്ങ് മാറി. ഈ രാത്രി ലെവൽ ദൈവം മാറ്റട്ടെ. ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? എഴുതേക്കണ്ടേ? ഒന്ന് എഴുതേച്ചേ. ചിലതിനെ ഒന്ന് അന്ധത പിടിപ്പിക്കാൻ പണി തരാൻ തോന്നുന്ന ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയെന്നേ, അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഈ അഭിഷേകം തയ്യാറാണ്, ഈ ആത്മാവ് തയ്യാറാണ്. ഒത്തിരി അനുഭവങ്ങൾ ഒരുപാട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ദൈവം ഈ പ്രകാശനങ്ങൾ തരുന്നത് ഇതൊരു പ്രൊഫറ്റിക്കൽ സ്പിരിറ്റാണ്. ഈ ആത്മാവ് എന്തൊക്കെയോ ചെയ്യാൻ തിടുക്കപ്പെട്ട നമ്മുടെ മേൽ വ്യാപരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ കൈയടിക്കുകയോ ഹല്ലേലൂയ പറയുകയോ ആവേശം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മളാരുമല്ല, നമ്മുടെ മേൽ ധൃതി പിടിക്കുന്ന ഒരു ആത്മാവ്. കണ്ടോ, പിന്നെ ബഹളം വെക്കുന്നുണ്ടോ? പിന്നെ ഒച്ചപ്പാട് വെക്കുന്നു. ആരാന്നറിയോ ഇത്? അവൻ ധൃതി പിടിക്കുക ഒരാത്മാവ്. അകത്തിരുന്ന് അങ്ങ് ധൃതി പിടിക്കുക. അവൻ നീ ഒന്ന് റെഡി ആകടാ നാരായണ, ഞാൻ എന്നെ തയ്യാറാ നിന്റെ മേൽ. അവൻ നീ ഒന്ന് നിന്നതാ, ഞാൻ തയ്യാറാ. നീ ഒന്ന് വാ തുറക്ക്, ഞാൻ തയ്യാറാ. നീ ഒന്ന് കൽപ്പിക്ക്, ഞാൻ തയ്യാറാ. ഹലോ ഹലോ, ഈ രാത്രി യഗസ്കേലേ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഓ, ആർക്കറിയാം? അങ്ങനെയുള്ളതിന്റെ പുറകെ നടന്നാ ചോദിക്കുന്നത്. ദൈവത്തിനറിയാം ഈ യഗസ്കേലിനോട് മലമടയാക്കി അതിന് അവൻ ഉണക്കി അതിന്റെ മുകളിൽ അവൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കണമെന്ന് പറഞ്ഞാൽ അതിന് പോലും തയ്യാറാകുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ദൈവം അവനോട് പറയാതിരിക്കും? ഒന്ന് മിണ്ടിയാൽ മതി. അവൻ അങ്ങനെയുള്ള ചിലരെ ഇന്ന് രാത്രി ദൈവം അഭിഷേകം ചെയ്യട്ടെ. ദൈവം ഒന്ന് മിണ്ടിയാൽ മതി. ഒന്ന് മിണ്ടിയാൽ മുതൽ ആ സ്പോട്ടിൽ ചലിക്കുന്ന ആത്മാവിന്റെ നിലവാരങ്ങൾ. ഒന്ന് പ്രാർത്ഥിക്കട്ടെ, കർത്താവേ എൻ്റെ സ്റ്റൈൽ ഒന്ന് മാറ്റിവിടണമേ. എനിക്ക് ദൈവസഭയുടെ അഭിഷേകം വേണം. എനിക്ക് ദൈവാത്മാവിന്റെ അനോയിന്റിങ്ങിന്റെ ഉയർന്ന തലങ്ങൾ വേണം. എനിക്ക് ആ വിധവയുടെ വീടിന്റെ അന്തരീക്ഷത്തെ അട്ടിമറിച്ച സൊല്യൂഷൻ ഗിവിംഗ് ആത്മാവ് വേണം. ഞാൻ ഇങ്ങനെ പറയുന്നു, കയ്യിൽ ഒരട ഉണ്ടാക്കി തിന്നാനുള്ള ആത്മശക്തി ഇല്ലാത്തവനല്ല ഏലിയാവ്. ആ ഏലിയാവിനെയാണ് കെരീത്തോട്ടിൽ നിന്ന് വിശന്ന് പൊരിഞ്ഞ മനുഷ്യനെ ഒരു പട്ടണത്തിൽ, ഇവിടുന്ന് സന്തോഷ് പാസ്റ്ററുടെ വീട്ടിൽ പോകുന്ന ദൂരമൊന്നുമല്ല, മൈലുകൾ ഭയത്തിനകത്ത് പേടിച്ചു വിറച്ച് ശരീരത്തിൽ നിന്നും ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഭയാനകമായ സാഹചര്യത്തിലൂടെ ദൈവം നടത്തിക്കൊണ്ടുവന്ന വിധവയുടെ വീട്ടിൽ ഒരു ദൂത് ഞാൻ പറയാം. കൊട്ടാരത്തിലെ രാജാവിന് ചെയ്യാൻ കഴിയാത്തത് പട്ടിണിയുള്ള നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ, ക്ഷാമം മാറ്റാൻ കഴിയുന്ന അനോയിന്റിങ്, ദാരിദ്ര്യത്തിന്റെ കെട്ടുപൊട്ടിക്കാൻ കഴിയുന്ന, നീ ഒരു വീടിനെ നോക്കി ഒരു വാക്ക് പറഞ്ഞാൽ ദാരിദ്ര്യ പിശാചിനെ കുടിയിറക്കാൻ കഴിയുന്ന, നിന്റെ കയ്യിൽ ഒരപ്പമുണ്ടാക്കാനുള്ള അടയ്ക്കുള്ള മാവില്ലെങ്കിലും നിന്റെ നാവിൽ ഒരു ഖജനാവ് നിറയ്ക്കാനുള്ള, ഒരു രാജ്യത്തിന് മുഴുവൻ അപ്പമുണ്ടാക്കി കൊടുക്കാവുന്ന ദൈവത്തിന്റെ പ്രവചനാത്മാവേ. ഓ ഓ ലോർഡ്, എന്തൊക്കെയായി സംഭവിക്കുന്നത്? അവൻ, ഞാൻ പറയും, സൊല്യൂഷൻ പെട്ടെന്ന് വെളിപ്പെടുന്ന ചില വ്യക്തികൾ ഇതിനകത്ത് നിപ്പുണ്ട്. സൊല്യൂഷൻ പെട്ടെന്ന് വെളിപ്പെടുന്ന ചിലർ ഇന്ന് രാത്രി ഇതിനകത്ത് നിപ്പുണ്ട്. എന്റെ മഴ വെള്ളത്തിൽ പോയി എന്ന് കേൾക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നിന്നോട് പറയൂ, എടുക്ക ആ ചുള്ളിക്കമ്പ്. സൊല്യൂഷൻ ഗിവിംഗ് സ്പിരിറ്റ്. പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ മേൽ കട്ടി ഉറഞ്ഞു കിടക്കുന്ന, എന്റെ മേൽ സൈലന്റ് ആയി കിടക്കുന്ന, എന്റെ മേൽ വെളിപ്പെടാതെ കിടക്കുന്ന, എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയാതെ അജ്ഞാനമായി കിടക്കുന്ന ദൈവാത്മാവിന്റെ ഭയങ്കര പ്രവർത്തികൾ ഈ രാത്രി ദൈവസഭയ്ക്ക് വേണ്ടി തുറന്നതാ. പ്രാർത്ഥിക്കുക. ശൗലിന്റെ പ്രാർത്ഥന കേട്ട ദൈവം. പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കേ, പ്രാർത്ഥന നിർത്തണ്ട, പ്രാർത്ഥിക്കേ, 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 പ്രാർത്ഥിക്കേ. എന്റെ കൈ ക്ഷാമം മാറ്റുന്ന കൈയായി മാറട്ടെ. എന്റെ കൈ കർത്താവേ അത്ഭുതത്തിന്റെ കൈയായി മാറട്ടെ. എന്റെ കൈയെ നിന്റെ അഭിഷേക നിമിത്തം സൂപ്പർ നാച്ചുറൽ കൈയാക്കി മാറ്റാൻ കഴിയുന്ന ചില കണ്ണുകൾ സൂപ്പർ നാച്ചുറലായി മാറട്ടെ. ചില നാവുകൾ സൂപ്പർ നാച്ചുറലായി മാറുന്നു. ചില ശരീരത്തിന്റെ മേൽ വീണിരിക്കുന്ന വസ്ത്രത്തിന്റെ നൂല് പോലും സൂപ്പർ നാച്ചുറലായി മാറുന്നത് പോലെ പ്രാർത്ഥിക്കൂ സഭയെ. ഈ കുവൈറ്റിന്റെ മണ്ണിൽ ഒരു ചർച്ചിലും നടന്നിട്ടില്ലാത്ത ഒരു ആത്മനിയോഗത്തെ ഈ ചർച്ചിനകത്തേക്ക് ദൈവം റിലീസ് ചെയ്യട്ടെ. ചോദിക്കൂ, 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 ചോദിക്കൂ. ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദമുള്ള ദൈവസഭയുടെ തീനാവുകൾ എനിക്കറിയാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ചില കാര്യങ്ങൾ അനായാസം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഫറ്റിക്കൽ ആത്മാവ് ചിലരെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. അവർക്ക് വിളിച്ചു പറയാൻ തോന്നുന്ന വിളിച്ചു പറയണം. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയാൻ ഇന്ന് രാത്രി ചിലരുടെ നാവിൽ ഒരു ഈ കൈകൾ സൂപ്പർ നാച്ചുറൽ കൈയായി മാറട്ടെ. 2019 ആളുമാറിയവരെ പോലെ യേശുവിൻ നാമത്തിൽ നാവുകൾക്ക് തീയുടെ ബലമുണ്ടാകട്ടെ. ആത്മാവ് ഗൈഡ് ചെയ്യുന്ന ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ നിന്റെ രാത്രി, നിന്റെ പകലുകൾ, നിന്റെ സാഹചര്യങ്ങൾ ഈ ആത്മാവിന് വിഷയമല്ല. നീ നിൽക്കുന്നത് ചെങ്കടലിന്റെ മുമ്പിലാണോ? ആത്മാവിന് വിഷയമല്ല. നീ നിൽക്കുന്നത് യോർദാന്റെ മുമ്പിലാണോ? ആത്മാവിന് വിഷയമല്ല. നിന്നെ വെല്ലുവിളിക്കുന്നത് ഈസാവേലാണോ? ആത്മാവിന് വിഷയമല്ല. എന്തൊക്കെയോ മിറക്കിൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ദൈവം ഒന്ന് കാണട്ടെ. ദൈവം ഈ മുറിക്കകത്ത് ഒന്ന് കാണട്ടെ.
ആത്മമനുഷ്യന്റെ കൈ, ഈ കൈകളിൽ വെളിപ്പെട്ട് വരട്ടെ. ആത്മമനുഷ്യന്റെ കാലുകൾ, ആത്മമനുഷ്യന്റെ ശരീരം, ആത്മമനുഷ്യൻ ഉടുത്ത പുറപ്പ്, ആത്മമനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ രീതികളും ചലിക്കട്ടെ, ചലിക്കട്ടെ. എനിക്കറിയത്തില്ല സംഭവിക്കുന്നു. നാളെ നിന്നോട് ദൈവാത്മാവ് ചില കാര്യങ്ങൾ സംസാരിക്കും. തയ്യാറാകാൻ, 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 തയ്യാറാകാൻ. ഞാൻ തയ്യാറാകത്താവേ, ഞാൻ തയ്യാറായി രാത്രി. നാളുകളായി പിന്നാമ്പുറത്ത് കിടന്ന് കളിച്ച തലത് അതിനെ ശാസിക്ക. നിന്നെ പിന്നാമ്പുറത്തിരുന്ന് പുറമോട്ട് വലിച്ചത്, ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് പുറമോട്ട് വലിക്കുന്നത്, നാളത്തെ ദൈവത്തിന്റെ മനുഷ്യനെ വെളിപ്പെടാൻ അനുവദിക്കാതെ നിന്റെ പിന്നാമ്പുറത്തിരുന്ന് വ്യാപരിച്ച് ചില ഇരുളിന്റെ വ്യാപാരങ്ങളെ ഇതാ നിന്റെ കയ്യെത്തുന്ന ദൂരത്ത് ഒരു വെളിപ്പാട് നിൽക്കുന്നു. അതിനെ ശാസിക്ക, 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 ശാസിക്ക. അടുത്ത തലമുറയുടെ പിന്നിൽ സ്ഥാനം പിടിച്ച ജനതയെ ഇന്ന് രാത്രി വിടരുത്, വിടരുത്, വിടരുത്. വായ തുറക്ക, വായ തുറക്ക. ആത്മമനുഷ്യനെ വെളിപ്പെടാൻ അനുവദിക്കാത്ത ചില പിന്നാമ്പുറ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി വെട്ടു വീഴട്ടെ. വായ തുറക്ക അഭിഷിക്തരെ. നിന്റെ ക്രിസ്തു എന്ന പ്രവാചകൻ ഇന്ന് രാത്രി വാതുറന്ന് പറ, സാത്താനെ എന്നെ വിട്ട് പോ. Use your anointing, use your prophecy, use your fire tongue. വ്യാപരിക്കുന്നു. കൽപ്പിക്കുന്നവർ കൽപ്പിക്കാൻ, സാഹചര്യത്തെ മാറ്റുന്ന സൊല്യൂഷൻ ഗിവിംഗ് ആത്മാവ് പ്രവചിക്കുക. 2018 സാഹചര്യമേ, നിനക്ക് ഇനി എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. പ്രവചിക്കുക. 2019 ഞാൻ ആള് മാറിയവനാണ്. എന്റെ ലെവല് മാറുന്നു. ഞാനതിനെ പ്രഖ്യാപിക്കുന്നു. പ്രവചിക്കൂ, പ്രവചിക്കൂ പ്രവാചകി, പ്രവചിക്കൂ പ്രവാചക. കൈകൾ കോർത്തു പിടിച്ചാണ്, കൈകൾ കോർത്തു പിടിച്ചേ. പ്രവാചകന്മാരുടെ കൈകൾ കോർത്തു പിടിച്ചേ. ദൂത് പറയുന്ന കൊണ്ടല്ല നീ പ്രവാചകൻ. നീയും ഞാനും സ്വീകരിച്ച ക്രിസ്തു ഒരു പ്രൊഫറ്റാ. സഹോദരിമാർ കൈ കോർത്തു പിടിക്കേ. യേശുവിന്റെ ശരീരത്തിലെ ഒരു നൂലിന്റെ പവറിനെ വെല്ലുന്നതാ അവന്റെ ജീവന്റെ രക്തം തുടിക്കുന്ന എൻ്റെ നിന്റെ കൈകോർത്ത് പിടിക്ക. പ്രവചിക്കേണ്ട സാഹചര്യമില്ലാത്ത ആരും ഇതിനകത്തില്ല. ദാരിദ്ര്യത്തിനെതിരെ പ്രവചിക്ക, സാഹചര്യത്തിനെതിരെ പ്രവചിക്ക, അടുത്ത മരണശക്തിക്കെതിരെ പ്രവചിക്ക, തലമുറയ്ക്ക് നേരെ വെല്ലുവിളിക്കുന്ന ശക്തിക്കെതിരെ പ്രവചിക്ക, കുഞ്ഞുങ്ങളെ കടത്തിനകത്താക്കാൻ നോക്കുന്ന ശക്തിക്കെതിരെ സൊല്യൂഷൻ തരുന്ന ആത്മാവ് പ്രവചിക്ക. ഒരു കലത്തിലെ മാവിന്റെ വിഷയം പ്രവചിച്ച് പിള്ളാരുടെ മേൽ നിന്ന് പിശാചിന്റെ കൈയടിപ്പിച്ച പ്രവാചക ശക്തി, നിന്നെ വേട്ടയാടാൻ വരുന്ന അന്ധകാര ശക്തിയെ അന്ധത പിടിപ്പിക്കാൻ നിന്റെ വായിൽ നിന്ന് ഒരു പ്രവചന ദൂത് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ അന്ധത പിടിപ്പിക്കുന്നു. ആക്സിഡന്റിന്റെ ആത്മാവിനെ അന്ധത പിടിപ്പിക്കുക. മരണദൂതൻ നിന്റെ വീട് തപ്പി വരുമ്പോൾ നീ അതിനെ അന്ധത പിടിപ്പിക്കുക. പ്രവചിക്കുക. Use your anointing, use your name and authority.
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെതിരെ കളിക്കുന്ന പിശാചിനെ നിന്റെ വാ തുറന്ന് അതിന്റെ വായടയ്ക്ക്. നിനക്ക് നേരെ കല്ലെടുത്ത് പിടിച്ച് നിന്റെ ജീവിതത്തെ സംഘർഷത്തിനകത്തിലാണ് നോക്കുന്ന ഇരുട്ടിന്റെ അധികാരത്തോട് പറ, ഞാൻ വാചകം കൊണ്ട് നിന്റെ വായടയ്ക്കുന്നുണ്ട്. സൊല്യൂഷൻ പ്രഖ്യാപിക്കുക. ഏത് ജീവിത വഴിയില നിന്നെ പിശാച് വെല്ലുവിളിക്കുന്നത്, ഡിക്ലെയർ ദ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു വായുവില്ല. പ്രവചിക്ക യേശുവിന്റെ നാമത്തിൽ. നിനക്ക് അതുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ജഡയാത്മാവിനോട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്റെ വായടയ്ക്കുന്നു. അങ്ങനെ തന്നെ. ഹല്ലേലൂയ. പിശാച് പറയും, നിനക്കുള്ള അപ്പ ഇവിടെ ഇല്ലെന്ന്, ഒരു പിടി മാവേ ഉള്ളൂ, അത് തിന്നിട്ട് ഞാനും എന്റെ കുഞ്ഞും മരിക്കാൻ പോവാണെന്ന്. പക്ഷെ നിന്റെ മേലിരിക്കുന്ന പ്രൊഫറ്റിക്കൽ ആത്മാവ് പറയും, പോയി അടയുണ്ടാക്ക് സഹോദരി, പോയി അടയുണ്ടാക്ക്. ഈ രാജകൊട്ടാരത്തിന്റെ കലവറകൾ കാലിയായാലും നിന്റെ പാത്രത്തിനകത്തെ മാവ് തീർന്നു പോകത്തില്ലെന്ന് പ്രഖ്യാപിക്കുക യേശുവിന്റെ നാമത്തിൽ. നിന്റെ ബാങ്ക് ബാലൻസിനെ നോക്കി പ്രവചിക്കുക. അവൻ ശൂന്യതയിലാക്കുമെന്ന് പറയും. പറ വിളിച്ച ആത്മാവിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ഡീലുകളെ സഭ ബ്ലോക്ക് ചെയ്യുക. പ്രിയ പിതാവേ, നീ അത്ഭുതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അഴിഞ്ഞാടി വ്യാപരിക്കുന്ന അഴുക്കാത്മാവിനെ പിടിച്ച് ബന്ധിക്കുക യേശുവിന്റെ നാമത്തിൽ. നീ ആള് തെറ്റിയ കളിക്കുന്നത് പറ, യേശുവിന്റെ നാമത്തിൽ അതിനെ പ്രവർത്തിയെ ബ്ലോക്ക് ചെയ്യുക. ചില ശക്തി അന്തരം പിടിപ്പിക്കുക. അവൻ ചില ഈവിൽ